നേരെ പ്രൊഫസർ ജോസഫിലേക്ക്. ജോസഫ് സാർ, ഞാൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഒരിക്കൽ കൂടി അങ്ങയോട് ചോദിക്കുന്നു. ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്, അങ്ങ് വിദേശകാര്യ വിദഗ്ധനാണ്, നിരീക്ഷകനാണ്. ഒരു ലോകം കണ്ട ഏറ്റവും വലിയ, ഏറ്റവും ബൃഹത്തായ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്നതിനെ വിശേഷിപ്പിച്ചുകൂടെ? നമ്മുടെ രാജ്യത്തിൻ്റെ ആകെയുള്ള സെക്യൂരിറ്റിയെ, സുരക്ഷയെ നമ്മൾ നാഷണൽ കോംപ്രിഹെൻസീവ് പവർ അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ. ആ നാഷണൽ കോംപ്രിഹെൻസീവ് പവറിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഹാർഡ് പവറും മറ്റൊന്ന് സോഫ്റ്റ് പവറും. ഹാർഡ് പവർ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മളിവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മിലിറ്ററി പവർ തന്നെയാണ്. ആ മിലിറ്ററി പവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെ എപ്രകാരം ഉപയോഗിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യവും നിരന്തരം സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഈ ഭീകരതയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ഒരു പുതിയ മുഖമാണ് വാസ്തവത്തിൽ തുറന്നിരിക്കുന്നത്. അതിലൂടെ പാകിസ്ഥാൻ നമുക്കെതിരെ എന്തൊക്കെയാണോ ചെയ്യാൻ ശ്രമിച്ചത് അത് നമ്മുടെ ഇന്നലെ സുരക്ഷാ കൗൺസിലിൽ നമ്മുടെ പ്രതിനിധി പി ഹരീഷ് പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് പാകിസ്ഥാൻ നമുക്കെതിരായി ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സിവിലിയന്മാരെ, നിരപരാധികളായിട്ടുള്ള സിവിലിയന്മാരെ അവർ ആക്രമണത്തിലൂടെ, ഭീകരാക്രമണങ്ങളിലൂടെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ സോഷ്യൽ ഹാർമണി, നമ്മുടെ സാമൂഹികമായ ഐക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 3 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ 3 ദശാബ്ദത്തിലേറെയായി നിരന്തരമായി പാകിസ്ഥാന് സൈനികമായി നമ്മളോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പ്രോക്സി വാർ എന്ന് പറയുന്ന ചെലവ് കുറഞ്ഞ യുദ്ധമുറകളിലൂടെ ഭീകരന്മാരെ കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്ന രീതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആക്രമണത്തിന് നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തു നമ്മുടെ ഹാർഡ് പവറിലൂടെ. ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തതാണ് നമ്മുടെ സോഫ്റ്റ് പവർ. ആ സോഫ്റ്റ് പവറിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഡിപ്ലോമാറ്റിക് ഒഫൻസീവാണ്. അതായത് നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് പുറമെ നമ്മുടെ രാജ്യത്ത് ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അയക്കപ്പെട്ട 7 പ്രതിനിധി സംഘങ്ങൾ പോകുന്നത് ലോകത്തിൻ്റെ അഭിപ്രായത്തെ, രാഷ്ട്രീയമായ അഭിപ്രായത്തെ, അന്തർദേശീയമായ അഭിപ്രായത്തെ സ്വരൂപിക്കുന്നതിന് നേതൃത്വം നൽകുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള, പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ആഫ്രിക്ക ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രമുഖങ്ങളായിട്ടുള്ള നേതാക്കന്മാരും അടുത്ത വർഷം സെക്യൂരിറ്റി കൗൺസിലിൽ വരാൻ പോകുന്ന അംഗങ്ങളുടെയും അടുത്തേക്കാണ് നമ്മുടെ ഈ സംഘങ്ങൾ പോയിരിക്കുന്നത്. അങ്ങനെ സംഘങ്ങൾ പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ലോക രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലം വരെ അമേരിക്കയോട് ചേർന്ന് നിന്നിരുന്ന, പാശ്ചാത്യ രാജ്യങ്ങളോട് ചേർന്ന് നിന്നിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന് അനുകൂലമായ ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനം അന്തർദേശീയ മാധ്യമങ്ങളിൽ, അത് വാഷിംഗ്ടൺ പോസ്റ്റ് ആവട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, മറ്റ് പത്രങ്ങളാവട്ടെ, ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നതാണ്. വാസ്തവത്തിൽ പാകിസ്ഥാൻ എന്താണോ അവർക്ക് നൽകുന്നത് അത്തരം ആഖ്യാനങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് വളരെ ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളെ വാസ്തവത്തിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ സോഴ്സിൽ തന്നെ ഉപരോധിക്കുകയും പ്രതിരോധിക്കുകയും വസ്തുത എന്താണെന്ന് ലോക മനസാക്ഷിയെയും ലോക നേതാക്കളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അമേരിക്കയെ പോലും, അതായത് അവർക്ക് സമ്പത്തും ആയുധവും രാഷ്ട്രീയ പിന്തുണയും നൽകി പിന്തുണച്ചിരുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രത്തെ പോലും കളവ് പറഞ്ഞ് വഞ്ചിച്ച, അവരുടെ സൈനിക കേന്ദ്രത്തിന് 100 മീറ്റർ അപ്പുറത്ത് മാത്രം ഒസാമ ബിൻ ലാദനെ താമസിപ്പിച്ചുകൊണ്ട് ഒസാമ ബിൻ ലാദൻ എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ ആളുകൾ ലഷ്കർ-എ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ സ്വൈരവിഹാരം നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകളുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ വളരെ കൃത്യമായി പറയുന്ന പോലെ ഭീകരതയുടെ തലസ്ഥാനമായി നിൽക്കുന്ന ഒരു രാജ്യം പറയുന്നത് വിശ്വസിക്കുന്ന തരത്തിലേക്ക് ലോകം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ആഖ്യാനത്തെ തകർക്കാനും തിരുത്താനും ശരി ഏതെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തി, അതായത് അമേരിക്കൻ ഭരണകൂടത്തെയും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണകൂടത്തെയും പശ്ചിമേഷ്യയിലെ നേതാക്കന്മാരെയും, അങ്ങനെ ബ്രസീലിലെ നേതാക്കന്മാരെ, സൗത്ത് ആഫ്രിക്കയിലെ നേതാക്കന്മാരെ, ഇവരെല്ലാം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ
ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വാസ്തവത്തിലൊരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവാണ്. ആ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് കൊണ്ട് മാത്രം നമ്മുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ തുടർന്നു കൊണ്ടുപോകേണ്ടതിന് നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് പേഴ്സണൽ, അതായത് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വാസ്തവത്തിൽ നമുക്ക് കുറച്ച് കുറവാണ്. അങ്ങനെ കുറവായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് ഏതാണ്ട് 1000-ൽ താഴെ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളതെങ്കിൽ ഈ വെറും 50 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ന്യൂസിലൻഡിന് 885 പേരുണ്ട്. അമേരിക്കയ്ക്ക് 14,000 ആളുകളുണ്ട്. പിന്നെ ചൈനയ്ക്ക് 5,700 ഉണ്ട്, ജപ്പാൻ 7,500 അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് പേഴ്സണൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ലോകത്തെ അറിയിക്കേണ്ട വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ, അതായത് മൾട്ടി പാർട്ടി ഡെലിഗേഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ വസ്തുത ബോധ്യപ്പെടുത്താൻ, ലോക നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ കഴിയും. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഈ ആഖ്യാനങ്ങളെ, പാകിസ്ഥാൻ വളരെ കളവായി പ്രചരിപ്പിക്കുന്ന ആഖ്യാനങ്ങളെ തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നമുക്കറിയാം ചൈന എന്ന് പറയുന്ന രാഷ്ട്രത്തിന് CGTN എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ചാനലുണ്ട്. അവർ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും കെനിയയിൽ നിന്നും വരെ അവരുടെ ലോക വാർത്തകൾ ലോകത്തിൻ്റെ മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ ഖത്തറിൻ്റെ, അത് ലോകത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇത്തരം ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്തർദേശീയ വിവിധ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ വാർത്തകൾ, നമ്മുടെ വിവരങ്ങൾ ലോകത്തെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ആഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട വലിയൊരു സമയമാണിത്. അത്തരമൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താൽ മാത്രമേ ഈ പാകിസ്ഥാൻ അന്തർദേശീയ തലത്തിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കാനും എന്താണ് വസ്തുത എന്ന് ലോകത്തെ ധരിപ്പിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുടക്കം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഒരു പുതിയ മാറ്റമാണ്, ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റിനെ തുടർന്നാണ് നമ്മൾ പറഞ്ഞു, നമ്മൾക്കെതിരായിട്ട് വരുന്ന ഏത് ഭീകരാക്രമണങ്ങളെയും നമ്മൾ യുദ്ധമായി കാണുമ്പോൾ ഈ ആക്രമിക്കുന്നവരെ മാത്രമല്ല അതിന് പിന്തുണ നൽകുന്നവരെയും അവരെവിടൊക്കെ പോയി ഒളിച്ചാലും അവർക്കെതിരായിട്ട് കൂടി നമ്മൾ ആക്രമണം നടത്തും. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ പ്രചരണം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഈ ഡെലിഗേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ലോകത്ത് മുഴുവൻ ചലിപ്പിക്കുന്നതായി മാറും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മൾ വളരെ ആദ്യത്തെ തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ്. വിവിധ കക്ഷികൾ, പ്രതികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ സന്ദേശമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം ജോസഫ് സാർ. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ 2-3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. US-നെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരല്പം കഴിഞ്ഞിട്ട്. ഈ പ്രതിനിധി സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. മാധ്യമം വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ജോലി, അതിലൊരു ഏകോപനമുണ്ടോ, രാജ്യ താല്പര്യമുണ്ടോ എന്നുള്ളതെല്ലാം